ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധാപൂർവം കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തുടർ ഭരണങ്ങളെ സംബന്ധിച്ച് വളച്ചൊടിച്ച് പറയുന്നത് ശരിയല്ല. പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു വാസവദത്തയുടെ ചാരിത്ര പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് നേതാക്കന്മാരുടെ സ്വഭാവശുദ്ധിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല, മറുഭാഗത്താണ്, അവരെയാണ് മന്ത്രിയാക്കിയത്, നേതാവാക്കിയതെന്നൊക്കെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ തുറന്നു വയ്ക്കാൻ, കുടുംബമായിരുന്നു തുറന്നു വയ്ക്കാൻ മടി കുടുംബങ്ങൾക്കകത്തുണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാർത്താ സമ്മേളനങ്ങൾ, അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കു സീസെ, ഓർമ്മയുണ്ടോ എൻ്റെ UDF പ്രതിനിധിക്ക്? KPCCയുടെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള K. മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തി. ഞാൻ ഇനി അതിൻ്റെ അതിർവരമ്പുകൾ കടന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അല്ല ഞാൻ ഇതാണ് സഹിഷ്ണുതയില്ലായ്മ. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെക്കുറിച്ച്, ദേശാഭിമാനിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എത്ര സഹിഷ്ണുതയോടുകൂടിയാണ് ഞാൻ കേട്ടിരുന്നത്. എന്താണ് അത് ആ സഹിഷ്ണുത ഇല്ലാതാകുന്നത്? ആ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് എവിടെയാണ്? ആ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ആരാണ്? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ K. മുരളീധരനെതിരെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയിൽ തന്നെ, ആ വസ്തുതയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ സംശയമാണ് ന്യായമായ. അത് നിങ്ങളുടെ അവസരത്തിലാണ് പറയേണ്ടത്. പിന്നെ കാട്ടുകള്ളൻ എന്നുള്ള വിശേഷണമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങളെ തുറന്ന് പറയുന്നതിന് ഞങ്ങൾ യാതൊരു മടിയും കാണിച്ചിട്ടുള്ള പ്രസ്ഥാനമല്ല. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെ സന്ദർഭോചിതമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായി കേരളത്തിൽ നടക്കുന്ന പൊറാട്ട് നാടകം എന്താണ്? കേരളത്തിലെ KPCC പ്രസിഡൻറ്റിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഈ പറയുന്ന ആൾ, അദ്ദേഹം ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയായിരുന്നില്ലേ? ആർക്കാ അറിഞ്ഞുകൂടാത്തത് അതിനെ സംബന്ധിച്ച്? പിന്നെ വന്നിട്ടുള്ള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ ഞാൻ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ കാലത്ത് എല്ലാം സുശക്തം സുഭദ്രമെന്ന വാദഗതി ദയവ് ചെയ്ത് പിൻവലിക്കണം. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ മലം തീറ്റിച്ച സന്ദർഭമുണ്ട്. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് ഓണപ്പരീക്ഷ നടത്തിയത് എന്ന് പറഞ്ഞ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്ന് അമ്പരചുംബികളായ കെട്ടിടത്തിനകത്തിരുന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയെ കെട്ടിപ്പടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആരോഗ്യ മേഖലയിൽ എന്തായിരുന്നു സ്ഥിതി? ആന കയറിയ കരിമ്പിൻകാട് പോലെ ആയിരുന്നില്ലേ? അഴിമതിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? ആ നിലയിൽ നിന്നും ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ നല്ല നിലയിൽ പുലർത്തിക്കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പങ്കിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനതയ്ക്കറിയാം. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ബഹുമാന്യനായിട്ടുള്ള ശ്രീ MK മുനീറിനോട് ചോദിച്ചു, കേരളത്തിൽ നിങ്ങളുടെ ഭരണകാലത്ത് ഒരു പാർപ്പിട പദ്ധതി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഈ ഭരണത്തിൽ ഞങ്ങളൊരു പാർപ്പിട പദ്ധതി മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിൽ നിന്ന് 4.25 ലക്ഷം ആളുകൾ അവർക്ക് കിടക്കാനൊരിടം നടപ്പിലാക്കി കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണപരിഷ്കാരത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് പെൻഷനെ ഇവിടെ പറഞ്ഞിട്ടുള്ള കള്ളത്തരത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നാലും ശരി, അമ്മമാരുടെ, പെങ്ങന്മാരുടെ, വയോധികരുടെ, വിധവകളുടെ ഒക്കെ അവരുടെ അർഹതപ്പെട്ട പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. തുക വർദ്ധിപ്പിച്ച കാര്യമൊന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. വിഴിഞ്ഞം തുറമുഖം കല്ലിട്ട് പോയി 2012 കല്ലിൻ്റെ കാര്യമാണ് ഇപ്പോഴും 2025 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കി ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ വികസനങ്ങൾ, ഞാൻ എല്ലാം എണ്ണി ഈ വിലപ്പെട്ട സമയം അപകരിച്ച് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ എത്ര നുണക്കോട്ട കെട്ടി ഇതിനെ മറയ്ക്കാൻ ശ്രമിച്ചാലും ശരി, എത്ര ഗീവൽസ്യൻ തന്ത്രം നടത്തിയാലും ശരി, എത്ര കുപ്രചരണങ്ങൾ നടത്തിയാലും ശരി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങൾ ബോധേഡാണ്. അതിനനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് നിലവാരം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്ക് പങ്കുവയ്ക്കുന്നത്.